അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമെന്നാണ് എല്ലാ സർവേകളും പ്രവചിക്കുന്നത്. മത്സരരംഗത്തേക്ക് വൈകിയാണ് എത്തിയെങ്കിലും കമലാ ഹാരിസിന് നേരിയ മുന്നേറ്റമുണ്ടെന്നാണ് സർവേ ഫലങ്ങൾ. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഹാരിസ് ട്രംപ് സംവാദം സെപ്റ്റംബർ 10 നടക്കും. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമെന്നാണ് എല്ലാ സർവേകളും പ്രവചിക്കുന്നത്. മത്സരരംഗത്തേക്ക് വൈകിയാണ് എത്തിയതെങ്കിലും വൈസ് പ്രസിഡന്റും ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയുമായ കമലാ ഹാരിസ് ട്രംപിനേക്കാൾ ഒരുപടി മുന്നിലാണെന്നാണ് നിലവിലെ സർവേ ഫലം. റോയിറ്റേഴ്സ് ഇപ്സോസ് പോൾ കമലയ്ക്ക് 4 പോയിന്റിന്റെ മേൽക്കൈയാണ് പ്രവചിക്കുന്നത്. റോയിറ്റേഴ്സ് സർവേയിൽ കമലാ ഹാരിസിന് 45% പിന്തുണയാണ് പ്രവചിക്കുന്നത്. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ട്രംപിന് 41% പേരുടെ പിന്തുണയും. വാൾസ്ട്രീറ്റ് ജേണൽ പോൾ പ്രകാരം കമലാ ഹാരിസ് 1 പോയിന്റിന് ട്രംപിനേക്കാൾ മുകളിൽ നിൽക്കുന്നു. പോൾ പ്രകാരം 48% കമലാ ഹാരിസിനുള്ള പിന്തുണ. ഡൊണാൾഡ് ട്രംപിന് 47% പേരുടെ പിന്തുണയാണുള്ളത്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ടു പോകുമ്പോൾ കമലാ ഹാരിസിനെ പിന്തള്ളി ട്രംപ് മുന്നേറുമെന്ന് തന്നെയാണ് ഇപ്പോഴും സൂചനകൾ പുറത്തുവരുന്നത്. വിർജീനിയയിലെ ആർലിംഗ്ടൺ നാഷണൽ സെമിത്തേരിയിലെ ട്രംപിന്റെ പ്രചാരണ പരിപാടി വിവാദമാക്കാൻ ശ്രമിച്ച കമലാ ഹാരിസ് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. ട്രംപിനെ അനുകൂലിച്ച് സൈനികരുടെ കുടുംബാംഗങ്ങൾ രംഗത്തു വന്നു. 2021 അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിൻവാങ്ങുന്നതിനിടെ ജീവൻ നഷ്ടമായ അമേരിക്കൻ സൈനികർക്ക് ആദരമർപ്പിക്കുന്ന ചടങ്ങിലാണ് ട്രംപ് പങ്കെടുത്തത്. രാഷ്ട്രീയത്തിനുള്ള സ്ഥലമല്ലാതിരുന്നിട്ടും ഡൊണാൾഡ് ട്രംപിന്റെ ടീം അവിടെ വീഡിയോ ചിത്രീകരിക്കാൻ തിരഞ്ഞെടുക്കുകയും തുടർന്ന് സെമിത്തേരിയിലെ ജീവനക്കാരുമായി തർക്കമുണ്ടായെന്നുമാണ് കമലാ ഹാരിസ് എക്സിലെ പോസ്റ്റിൽ കുറിച്ചത്. രാഷ്ട്രീയ നേട്ടത്തിനായി ട്രംപ് പുണ്യഭൂമിയെ അനാദരിച്ചുവെന്ന് കമലാ ഹാരിസ് വിമർശിച്ചു. ഫെഡറൽ നിയമത്തിന്റെയും സെമിത്തേരിക്കുള്ളിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ നിരോധിക്കുന്ന പെന്റഗൺ നയങ്ങളുടെയും ലംഘനമാണ് നടന്നതെന്നും കമല സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു. സെമിത്തേരി സന്ദർശനത്തിനിടെ ട്രംപിന്റെ 2 സഹായികൾ സെമിത്തേരി ജീവനക്കാരൻ നേരെ കയ്യേറ്റം നടത്തിയെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. എന്നാൽ കമലാ ഹാരിസിന് മറുപടിയുമായി ട്രംപിന്റെ സംഘവും രംഗത്തെത്തി. തങ്ങൾ ക്ഷണിച്ചതുകൊണ്ട് മാത്രമാണ് ട്രംപ് അവിടെ എത്തിയതെന്ന് മരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങൾ പറയുന്ന വീഡിയോ ട്രംപ് പുറത്തുവിട്ടു. കമലയുടെ പ്രസ്താവന വെറും രാഷ്ട്രീയ കളിയാണെന്നും നിങ്ങളുടെ ഭരണം കാരണമാണ് ഞങ്ങളുടെ മക്കൾക്ക് ജീവൻ നഷ്ടമായതെന്നും സൈനികരുടെ മാതാവ് മറുപടി നൽകി. Kamala, your statement is nothing more than a political spin to help you look better in your presidential campaign against Donald Trump. You have never walked a single day in our shoes. Our kids were murdered because of your administration, and you are partly to blame for that as well. What happened at Arlington was President Trump was invited by those families who have their soldiers buried at Arlington. They were invited there as a friend, as somebody who has taken the time numerous times on numerous occasions to hear our stories, to speak our kids' names, and to help us get some accountability from your administration, because in over 3 years, we have gotten nothing but more and more lies. Just like your statement, more and more spun lies and cover-ups to make you and your administration look good. സെമിത്തേരിയിൽ വെച്ച് ട്രംപിന്റെ സംഘത്തിൽ നിന്നും മോശം പെരുമാറ്റമുണ്ടായെന്ന വാർത്തകളും കുടുംബാംഗങ്ങൾ നിഷേധിച്ചു. That President Trump was in Arlington as a political stunt. Shows you how much you know about the 13 families. We invited him to be there. Groundwork was put into place by Congressman Iss's office to make sure we followed protocol. Why did we want Trump there? It wasn't to help his political campaign. We wanted a leader. We invited President Trump. We are the ones that asked for the video and the pictures to be taken at the tomb of the unknown soldier. How do you sleep at night knowing it was you, this administration, you and Biden, you being the last one in the room, are responsible for the death of our 13 kids? അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് ചൂട് ഏറിവരികയാണ്. അതോടൊപ്പം വാഗ്വാദങ്ങളും വിവാദങ്ങളും കൊഴുക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കമലാ ഹാരിസും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള സംവാദം
സെപ്റ്റംബർ 10-നാണ് നടക്കുക. ജോ ബൈഡനുമായി നടത്തിയ സംവാദത്തിന്റെ അതേ നിയമങ്ങൾ പാലിച്ചായിരിക്കും ഇരുവരും ഏറ്റുമുട്ടുക. നവംബർ 5-നാണ് US തിരഞ്ഞെടുപ്പ്. എറൗണ്ട് ദി വേൾഡിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ ലോകവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്തേ.